വൈദ്യരെ, വൈദ്യരെ. ആരുത്? സൂത്രനോ? ആ, വൈദ്യരെ കാത്ത് ഈ ഇരിപ്പ് തുടങ്ങിയിട്ട് മണിക്കൂർ ഒന്നായി. ഞാനൊരു വയസ്സൻ മുതലേ ചികിത്സിക്കാൻ പോയതാ. ആ, ഇപ്പോഴെങ്കിലും വന്നത് നന്നായി. എൻ്റെ കാറ്റ് പോകാറായി വൈദ്യരെ. എന്തു പറ്റി? ആരാ തൻ്റെ കാറ്റ് കുത്തിക്കളഞ്ഞത്? തമാശകളാ. ഇന്നലെ തൊട്ട് വയറിനൊരു വേദന, ഇന്ന് കൂടി. ആ, നോക്കട്ടെ. അയ്യോ, അവിടെ ഞെക്കല്ലേ. ഇന്നലെ ഒരു എലി കടിച്ചു മുറിച്ചതാ. അമ്മേ, അവിടെ ഒരു മുള്ളൻ പന്നിയുടെ മുള്ളു കൊണ്ടതാ. ഞെക്കല്ലേ. ചേട്ടാ, ഇത് പൊല്ലാപ്പായല്ലോ. എന്നാ പിന്നെ താൻ തന്നെ പറ, എവിടെയാ ഞെക്കി നോക്കേണ്ടത്? ദേ, ഇവിടെ ഞെക്കിക്കോ. ഇപ്പോഴെന്തു തോന്നുന്നു? വയറുവേദന പിടിച്ച് ചാവാൻ പോവുകയാണെന്ന് തോന്നുന്നു. കുഴപ്പമില്ല, ദഹനക്കേടാ. അതിന് ഞാൻ വല്ലതും കഴിച്ചിട്ട് ആഴ്ച ഒന്നായി വൈദ്യരെ. വല്ലാതെ വിശന്നപ്പോൾ 2-3 കാട്ടുപഴങ്ങൾ പെറുക്കി തിന്നു. വിശന്നിട്ട് ബുദ്ധിയൊന്നും ശരിക്കും വർക്ക് ചെയ്യുന്നില്ലെന്നേ. ആ, മരുന്നൊക്കെ ഞാൻ തരാം. പിന്നെ വ്യായാമം ചെയ്യേണ്ടി വരും. കമഴ്ന്ന് കിടന്ന് കാലും തലയും പൊക്കണം. വയറു മാത്രമേ നിലത്ത് മുട്ടാവൂ. അയ്യോ, അത് വലിയ പാടാ. ഞാൻ തരുന്ന മരുന്ന് ദിവസം 3 തവണ. എൻ്റെ അമ്മേ. ഓ, അമ്മേ, വൈദ്യരിക്കാറുള്ള കൊമ്പാ ഒടിഞ്ഞത്. ഇതിനുള്ള മരുന്ന് കൂടി തരണേ. പിന്നെ തലമണ്ടയിൽ കല്ലും മരവുമൊക്കെ വീണ് എനിക്ക് നല്ല ശീലമായി. എന്നാലേ എനിക്കതത്ര ശീലമില്ല. താൻ മരുന്നും കൊണ്ട് വേഗം സ്ഥലം വിട്. ഭാഗ്യത്തിനാ ഞാൻ രക്ഷപ്പെട്ടത്. പിന്നെ വ്യായാമത്തിൻ്റെ കാര്യം മറക്കണ്ട. കമഴ്ന്ന് കിടന്ന് തല പൊക്കി കാലും പൊക്കി. അയ്യോ അമ്മേ, ഇതിപ്പോ നട്ടലിന് വേറെ ചികിത്സ വേണ്ടി വരും. ഇതെന്താണോ സൂത്ര പൊടിമണ്ണിൽ കിടന്നുരുളുന്നത്? വ്യായാമമാടേ, വ്യായാമം. തലയും കാലും പൊക്കി വയറു മാത്രം നിലത്തമർത്തി കിടക്കണമെന്ന്. ഐഡിയ. എടോ, താൻ പോയി ഒരു കാട്ടുവള്ളി കൊണ്ടുപോവാ. വഴിയുണ്ട്. ആദ്യം താൻ എൻ്റെ കാല് രണ്ടും കൂട്ടിക്കെട്ട്. കൈ പിന്നോക്കം വെച്ച് കെട്ടണം. ഇനി വള്ളിയുടെ മറ്റേ അറ്റം ക്ലീൻ. ഇതാണ് ബുദ്ധി എന്ന് പറയുന്ന സാധനം. എൻ്റെ കാട്ടുമുത്തപ്പ. എന്റെ താടിയുടെ പണി തീർന്നു സൂത്ര. എൻ്റെ താടിയല്ല, ബോഡി മൊത്തം പോക്കായി. വേഗം അഴിച്ചു താടോ. അപ്പോ വ്യായാമം? വ്യായാമം ഒലക്കട മൂട്. മര്യാദക്ക് അഴിച്ചു താടോ. ചതിച്ചോ?